രാത്രിയുടെ നിശബ്ദതയിൽ ബെർലിനിലെ ഒരു ചെറിയ കഫേയുടെ മുന്നിലൂടെ പാസഞ്ചർ ട്രാം കടന്നുപോകുമ്പോൾ മങ്ങിയ തെരുവു വെളിച്ചത്തിൽ ഒരു ഗ്ലാസ് ബോട്ടിൽ തിളങ്ങി നിന്നു. അതൊരു സാധാരണ കോക്കാകോള ബോട്ടിലായിരുന്നു. ചുവന്ന ലേബലോടുകൂടിയ പകുതിയോളം നിറഞ്ഞ കറുത്ത മധുരപാനീയമുള്ള തണുത്ത കുപ്പി. ഒരു സാധാരണ യൂറോപ്യക്കാരന്റെ കണ്ണിൽ അത് അമേരിക്കയെ കുപ്പിയിലടച്ചുപൂട്ടിയ ഒരു പ്രതീകം മാത്രമായി തോന്നിയേക്കാം. പക്ഷേ ആ രാത്രിയിൽ ആ ബോട്ടിൽ മരണത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായിരുന്നു. പലരുടെയും ജീവൻ എവിടെയാണ് അവസാനിക്കാൻ പോകുന്നതെന്ന് നിർണയിക്കുന്ന അതീവ സൂക്ഷ്മമായ ഒരു യന്ത്രത്തിന്റെ കവചം. ലോകം ശീതയുദ്ധത്തിന്റെ പിടിയിൽ അമർന്നിരുന്ന കാലം. അമേരിക്കൻ ചാരസംഘടനയായ CIA-യും സോവിയറ്റ് KGB-യും തമ്മിൽ നിഴലുകൾക്കു പിന്നിൽ കൊടും പോരാട്ടം നടക്കുന്നു. തുറന്ന യുദ്ധഭൂമികളേക്കാൾ ഭീതിജനകമായിരുന്നു നഗരങ്ങളിലെ ഇരുണ്ട ജയിലുകളിലും അണ്ടർഗ്രൗണ്ട് പാതകളിലും നടന്ന രഹസ്യയുദ്ധം. ഓരോ ദിവസവും പുതിയ രഹസ്യായുധങ്ങൾ അവിടെ പിറവികൊണ്ടിരുന്നു. ക്യാമറ ഘടിപ്പിച്ച പേനകൾ, അതിസൂക്ഷ്മമായ വയർലെസ് സെറ്റുകൾ, ചെറിയ പാക്കറ്റിലാക്കിയ സയനൈഡ് ഗുളികകൾ, ജെയിംസ് ബോണ്ട് സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന ട്രാക്കിംഗ് ഉപകരണങ്ങൾ എന്നിങ്ങനെ പലതും. എന്നാൽ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരാശയം അതിനിടയിൽ ഉദയം ചെയ്തു. ലോകമെമ്പാടുമുള്ള കടകളിലും നിരത്തുകളിലും കാണപ്പെടുന്ന കുട്ടികൾക്ക് പോലും സുപരിചിതമായ കൊക്കക്കോള ബോട്ടിലിനെ തന്നെ ഒരു രഹസ്യായുധമാക്കി മാറ്റുക എന്ന ബുദ്ധി. ലാംഗ്ലിയിലെ CIA ടെക് ലാബ് ജനാലകളില്ലാത്ത, രാപ്പകലുകൾ തിരിച്ചറിയാനാവാത്ത വിധം സമയം ഒഴുകി നീങ്ങുന്ന ലോഹങ്ങളുടെയും വയറുകളുടെയും രഹസ്യ കോഡുകളുടെയും ലോകമായിരുന്നു. അവിടെ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ഡാനിയൽ കാർട്ടർ എന്ന യുവ എഞ്ചിനീയർ ഒരു ഉപദേശം കേട്ടിരുന്നു. ഇവിടെ നിർമ്മിക്കുന്ന മികച്ച ഗാഡ്ജറ്റുകൾ യുദ്ധം ജയിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് സാധാരണക്കാരുടെ ജീവിതം സാധാരണ പോലെ തന്നെ തുടരാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ ഒരു പാനീയക്കുപ്പിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ച തന്റെ കണ്ടുപിടുത്തം എത്ര പേരുടെ ജീവിതമാണ് മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് അന്നവൻ മനസ്സിലാക്കിയിരുന്നില്ല. ശാന്ത സ്വഭാവിയും കണക്കുകൂട്ടലുകളിൽ അതീവ കൃത്യതയുമുള്ളവനും നീലക്കണ്ണുകളിൽ നേരിയ ചിരി ഒളിപ്പിച്ചവനുമായിരുന്നു ഡാനിയൽ. യുദ്ധമുഖം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വിയറ്റ്നാം യുദ്ധത്തിൽ നഷ്ടപ്പെട്ട സഹോദരന്റെ ഓർമ്മ അവന്റെ ഉള്ളിൽ നീറുന്ന കനലായി ഉണ്ടായിരുന്നു. യൂണിഫോം ധരിച്ച് യുദ്ധഭൂമിയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ടെക് ലാബിലിരുന്ന് യുദ്ധം ജയിക്കാൻ സഹായിക്കാമെന്ന ഒരു മൗന ദൃഢനിശ്ചയം അവൻ നെഞ്ചിലേറ്റിയിരുന്നു. ഇലക്ട്രോണിക്സ്, റേഡിയോ ഫ്രീക്വൻസികൾ, ബാറ്ററികളുടെ വലിപ്പം കുറയ്ക്കൽ, മിനിയേച്ചറൈസേഷൻ എന്നിവയിലൊക്കെ അവനൊരു പ്രതിഭയായിരുന്നു. ഒരു ദിവസം ലാബിന്റെ ഗ്ലാസ് പാർട്ടീഷൻ തുറന്ന് ജോൺ ഹാരിസൺ അകത്തേക്ക് കടന്നുവന്നു. യൂറോപ്പിലെ ഫീൽഡ് ഓപ്പറേഷനുകൾ നിയന്ത്രിക്കുന്ന, മുഖത്ത് ക്ഷീണം നിഴലുന്നുണ്ടെങ്കിലും കണ്ണുകളിൽ എപ്പോഴും ജാഗ്രതയുടെ തിളക്കമുള്ള മുതിർന്ന ഓഫീസറായിരുന്നു അദ്ദേഹം. ഡാൻ, നിനക്ക് വേണ്ടി ഒരു പുതിയ ദൗത്യമുണ്ട്. അദ്ദേഹം മേശപ്പുറത്തൊരു ചുവന്ന ലേബലുള്ള ബോട്ടിൽ വെച്ചു. ഡാനിയൽ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. കോക്കാക്കോളയോ? ഞങ്ങളുടെ ലാബ് ക്യാൻറ്റീനിലേക്കുള്ള ഓർഡർ ഇവിടെ കൊണ്ടുവന്നതാണോ? ഹാരിസൺ ചിരിച്ചില്ല. ഇതൊരു കളിയല്ല സൺ. ഈ ബോട്ടിൽ യൂറോപ്പിൽ എല്ലായിടത്തും ഉണ്ടാകും. ഇടത്തോ വലത്തോ നോക്കിയാൽ ഗ്ലാസ് ഷെൽഫുകളിൽ, കഫേ മേശകളിൽ, റെയിൽവേ വെയിറ്റിംഗ് ഹാളുകളിൽ, അങ്ങനെ എല്ലായിടത്തും. ആരും 2 തവണ നോക്കാത്തൊരു സാധനം. അതാണ് നമുക്ക് വേണ്ടത്. അദ്ദേഹം ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. ഈ ബോട്ടിൽ കൊണ്ട് നമുക്കൊരാളെ, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സ്യൂട്ട് കേസിനെ, അതല്ലെങ്കിൽ ഒരു മീറ്റിംഗ് പോയിന്റിനെ നഗരത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പിന്തുടരാൻ കഴിയണം. അതും ആരും തിരിച്ചറിയാതെ. ഡാനിയലിന്റെ കണ്ണുകളിൽ ആകാംക്ഷയുടെ ഒരു തിളക്കം മിന്നി. ഗ്ലാസിനുള്ളിൽ ഒളിക്കാവുന്ന റേഡിയോ ട്രാൻസ്മിറ്ററിനെക്കുറിച്ചൊരിക്കൽ ഒരു സയൻസ് ജേണലിൽ വായിച്ചത് അവൻ ഓർത്തു. പക്ഷേ ഇതൊരു ട്രാക്കിംഗ് ഡിവൈസ് മാത്രമാണോ? അതുകൊണ്ട് മതിയാകുമോ? അവൻ ചോദിച്ചു. ഹാരിസൺ ഗൗരവത്തോടെ മറുപടി പറഞ്ഞു. ട്രാക്കിംഗ് മാത്രമല്ല ഡാൻ. ചിലപ്പോൾ വഴി കാണിക്കുന്ന ഒരു ചെറിയ ബീപ്പ് ശബ്ദം പോലും ആർക്കൊക്കെയോ ഉള്ള മരണവാറണ്ടാണ്. ഏത് ടീം എങ്ങോട്ട് പോകണം, എവിടെ വെച്ച് ശത്രുവിനെ തടയണം എന്നിത് പറഞ്ഞു തരും. അതുകൊണ്ട് നേരിട്ട് വെടിയുണ്ട ഉതിർക്കുന്നില്ലെങ്കിൽ കൂടി ഇതും ഒരു മാരകായുധം തന്നെയാണ്. ശീതയുദ്ധത്തിന്റെ ലോകത്ത് പലപ്പോഴും മനുഷ്യരെ കൊല്ലുന്നത് വെടിയുണ്ടകളല്ല, മറിച്ച് വിവരങ്ങളാണ്. ഏത് സമയത്ത്, ഏത് ദിശയിൽ, ആർക്ക് വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും എന്ന് തീരുമാനിക്കുന്ന യന്ത്രങ്ങൾ. ആ ചിന്ത ഡാനിയലിന്റെ മനസ്സിലൊരു ഇരുണ്ട തരംഗം പോലെ പടർന്നു. എങ്കിലും ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ അതിൽ വലിയൊരു വെല്ലുവിളിയും ആകർഷണവും അവൻ കണ്ടു. ഈ ഉപകരണത്തിന് വേണ്ട ആവശ്യകതകൾ വളരെ കർശനമായിരുന്നു. ബോട്ടിൽ കയ്യിലെടുത്താലോ കുലുക്കി നോക്കിയാലോ സാധാരണക്കാരന് യാതൊരു സംശയവും തോന്നരുത്. ആന്റിന ഗ്ലാസിന്റെ തന്നെ ഭാഗമായി ഒളിഞ്ഞിരിക്കണം. അതിനുള്ളിലെ ഘടകങ്ങൾ ദ്രവത്യമായി സ്പർശിച്ചാൽ വിഷാംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ബാറ്ററി കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പ്രവർത്തിക്കണം. കെട്ടിടങ്ങൾക്കുള്ളിലൂടെ പോലും ട്രാക്കിംഗ് സിഗ്നൽ ലഭിക്കണം. എല്ലാം തികഞ്ഞതായി നിർമ്മിച്ചാൽ പോലും ലേബലിന്റെ നിറത്തിൽ വരുന്ന ചെറിയൊരു മാറ്റം മതി എതിരാളിയുടെ സൂക്ഷ്മദൃഷ്ടിയിൽ സംശയമുണർത്താൻ. അതുകൊണ്ട് അതീവ ജാഗ്രത അനിവാര്യമായിരുന്നു.
ആഴ്ചകൾക്ക് ശേഷം ഒരു പ്രഭാതത്തിലാണ് ഡാനിയൽ തന്റെ പ്രോട്ടോടൈപ്പ് ഹാരിസന്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ഒറ്റനോട്ടത്തിൽ സാധാരണ കുപ്പികളിൽ നിന്ന് ഇതിന് യാതൊരു വ്യത്യാസവുമുണ്ടായിരുന്നില്ല. എന്നാൽ ഗ്ലാസിന്റെ കട്ടിക്കുള്ളിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ചുവെച്ച ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റർ അതിലുണ്ടായിരുന്നു. ഓരോ 3 സെക്കൻഡിലും വളരെ നേരിയ അഥവാ ലോ പവർ ഒരു പൾസ് ഇതിൽ നിന്ന് പുറപ്പെടും. കൃത്യമായ റിസീവർ ഇല്ലാതെ മറ്റാർക്കും അത് കണ്ടെത്താനാവില്ല. ഡാനിയൽ മൃദുവായി വിശദീകരിച്ചു. നഗരത്തിനുള്ളിൽ 3-4 കിലോമീറ്റർ വരെ ഇതിന്റെ സിഗ്നൽ ലഭിക്കും. ഹാരിസൺ ഒട്ടും സമയം കളയാതെ ചോദിച്ചു, ഇനി ആരെങ്കിലും ഇത് കണ്ടെത്തിയാലോ? ഡാനിയലിന്റെ മുഖത്ത് ശാന്തഭാവമായിരുന്നു. സാങ്കേതികമായി കണ്ടെത്താൻ സാധിച്ചേക്കാം, പക്ഷേ അതിനാ ബോട്ടിൽ പൂർണ്ണമായും തകർത്ത് ശാസ്ത്രീയമായ പരിശോധനകൾ തന്നെ നടത്തേണ്ടിവരും. അതുവരെ 1000 കുപ്പികൾക്കിടയിലെ വെറുമൊരു കുപ്പി മാത്രമാണിത്. CIA-ക്കുള്ളിൽ മാത്രമല്ല, സോവിയറ്റ് ചാരശൃംഖലയിനുള്ളിൽ പോലും തരിമ്പും സംശയം ജനിപ്പിക്കാത്ത ഒരു നീക്കമായിരുന്നു അത്. സാധാരണയായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ സിഗ്നൽ ഉപകരണങ്ങളായി ചാരസംഘടനകൾ ഉപയോഗിക്കാറുണ്ട് എന്ന വിവരങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ജനൽപ്പടികളിൽ വാണിജ്യ ബോട്ടിലുകൾ വച്ച് രഹസ്യയോഗങ്ങൾക്കുള്ള സൂചന നൽകുന്ന രീതികൾ വരെ ചരിത്രത്തിലുണ്ട്. എന്നാൽ ഡാനിയൽ രൂപകൽപ്പന ചെയ്ത ഈ ബോട്ടിൽ അതിൽ നിന്നെല്ലാം ഒരു പടി കൂടി മുന്നോട്ടു പോയ ഒന്നാണ്. ഇതൊരു സിഗ്നൽ ഉപകരണം മാത്രമല്ല, സഞ്ചരിക്കുന്ന ഒരു ട്രാക്കർ കൂടിയാണ്. ഇതിന്റെ ആദ്യ പരീക്ഷണം വെസ്റ്റ് ബെർലിനിലായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഓപ്പറേഷന്റെ പേര് ഹെർമീസ്. സോവിയറ്റ് സപ്പോർട്ട് നെറ്റ്വർക്കിലൂടെ സഞ്ചരിക്കുന്ന ഒരു കൊറിയറെ പിന്തുടരുക എന്നതായിരുന്നു ലക്ഷ്യം. അനാറ്റോലി സ്മിർനോഫ് എന്ന കൊറിയർ KGB-യോട് കൂറുള്ളവനായിരുന്നെങ്കിലും അവൻ കൈമാറുന്ന ചില കത്തുകൾക്ക് പിന്നിൽ CIA-ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തിരിച്ചറിയപ്പെടാത്തൊരു ചാരനുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു. അതിനാൽ അനാറ്റോളി എവിടെയൊക്കെ പോകുന്നോ, ആർക്കൊക്കെ പാഴ്സലുകൾ കൈമാറുന്നു, രാത്രി ഏത് ഫ്ളാറ്റിലാണ് തങ്ങുന്നത് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ആ നെറ്റ്വർക്കിന്റെ പൂർണ്ണമായ ഭൂപടം തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ. അന്നേരത്ത് ബെർലിൻ നഗരത്തെ തണുപ്പ് വിഴുങ്ങിയിരുന്നു. ഉച്ഛ്വസിക്കുമ്പോൾ പുക പോലെ ഉയരുന്ന മഞ്ഞും എല്ല് തുളയ്ക്കുന്ന കാറ്റും. ചുമരുകളിൽ ഒട്ടിച്ചിരുന്ന പഴയ പോസ്റ്ററുകളുടെ മങ്ങിയ നിറങ്ങളെ നിയോൺ വിളക്കുകളുടെ വെളിച്ചം കവർന്നെടുക്കുന്നുണ്ടായിരുന്നു. കോട്ടിനുള്ളിൽ കൈകൾ തിരുകി നടക്കുമ്പോൾ അനറ്റോളിക്ക് തന്റെ കാലുകൾ തണുത്തു മറവിക്കുന്നത് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവന് ബെർലിൻ നഗരത്തോട് വെറുപ്പായിരുന്നു. ഒരിക്കലും ഉണരാത്ത ഒരു മുറിവ് പോലെ ഇടിഞ്ഞു പൊളിഞ്ഞും രണ്ടായി പിളർന്നും കിടക്കുന്ന ഒരു നഗരം. പക്ഷേ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ചേ മതിയാകൂ. സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഒരു ചെറിയ കഫേ ഉണ്ടായിരുന്നു. മേശകൾക്ക് മുകളിൽ നല്ല വെളിച്ചം വീഴുന്നുണ്ടെങ്കിലും കൗണ്ടറിന് സമീപത്ത് അല്പം ഇരുണ്ടതായിരുന്നു. അവിടെ ഗ്ലാസ് വാതിലുള്ള ഒരു ചെറിയ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. അതിനുള്ളിൽ നിരയായി വെച്ചിരിക്കുന്ന പാനീയ ബോട്ടിലുകൾക്കിടയിൽ ഡാനിയലിന്റെ പ്രോട്ടോടൈപ്പും സ്ഥാനം പിടിച്ചിരുന്നു. ആ കഫേ ഉടമ CIA-യുടെ ഒരു അസറ്റാണ്, അഥവാ സഹായി. വരുന്നവർക്ക് നൽകാനായി ആ പ്രത്യേക കുപ്പി കൃത്യമായി എടുത്തു നൽകാൻ അയാൾക്ക് പരിശീലനം ലഭിച്ചിരുന്നു. കഫേക്കുള്ളിലേക്ക് കടന്നപ്പോൾ അനറ്റോളിക്ക് സ്വന്തം കാൽപ്പെരുമാറ്റം പോലും മുഴങ്ങിക്കേൾക്കുന്നതായി തോന്നി. അവൻ പതിവ് പോലെ കൗണ്ടറിന്റെ മുന്നിലെത്തി പറഞ്ഞു, "ഐൻ കോക്കെ ബിറ്റെ." അവന്റെ ശബ്ദത്തിൽ നേരിയ ക്ഷീണമുണ്ടായിരുന്നെങ്കിലും കടക്കാരൻ ഒന്നും ചോദിച്ചില്ല. അവൻ മുൻകൂട്ടി മാറ്റിവെച്ചിരുന്ന ആ പ്രത്യേക കുപ്പി തന്നെ എടുത്ത് മേശപ്പുറത്തു വെച്ചു. തൊടുമ്പോൾ നല്ല തണുപ്പുണ്ടായിരിക്കണം, പക്ഷേ അതിനേക്കാൾ പ്രധാനം അതിനുള്ളിലെ ചെറിയ യന്ത്രം സജീവമായിരിക്കണം എന്നതായിരുന്നു. അനാട്ടോളി തന്റെ സൂട്ട്കേസിന്റെ ഹാൻഡിലിനോട് ചേർന്ന ആ ബോട്ടിൽ വച്ചു. ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയാണെന്ന വ്യാജേന അവൻ ആ കുപ്പി കയ്യിലെടുക്കുകയും തിരിച്ച് മേശപ്പുറത്ത് വയ്ക്കുകയും ചെയ്തു. പുറത്ത് പാർക്ക് ചെയ്തിരുന്ന അടയാളങ്ങളൊന്നുമില്ലാത്ത മാനിൽ CIA-യുടെ 2 സിഗ്നൽ അനലിസ്റ്റുകൾ സ്ക്രീനിലെ പൾസുകൾ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. ഓരോ പൾസും അനാട്ടോളിയുടെ സ്ഥാനം അവരുടെ മാപ്പിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. സബ്വേ ടണലുകൾക്കിടയിലൂടെയും കെട്ടിടങ്ങൾക്കിടയിലൂടെയും അവന്റെ യാത്ര തുടർന്നു. മാപ്പ് അപ്ഡേറ്റ് ഹാരിസൺ സാർ. ടാർഗറ്റ് ബ്ലോക്ക് 9ലേക്ക് തിരിഞ്ഞു. സിഗ്നൽ ക്ലിയറാണ്. വാനിലിരുന്ന യുവ അനലിസ്റ്റിന്റെ ശബ്ദം ഹെഡ്സെറ്റിലൂടെ കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ ഹാരിസൺ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. ആ ഇടവേളയിലുണ്ടായ നിശബ്ദതയിൽ അവൻ സ്വയം ഒരു ചോദ്യം ചോദിച്ചു. ഇതാണോ നമ്മൾ തെരഞ്ഞെടുത്ത വഴി? ഓരോ ചെറിയ പൾസം ഒരു മനുഷ്യന്റെ ജീവിതരേഖയെ അദൃശ്യമായൊരു ഭൂപടത്തിൽ വരച്ചെടുക്കുകയായിരുന്നു. അനാട്ടോളി കഫേ വിട്ട് പടികളിറങ്ങി തെരുവിലേക്ക് നടന്നപ്പോൾ കോക്കോകോള ബോട്ടിലിന്റെ ഉള്ളിൽ നിന്നുള്ള സൂക്ഷ്മ സിഗ്നലുകൾ നഗരത്തിന്റെ ഇരുട്ടിൽ മിടിച്ചുകൊണ്ടിരുന്നു. തണുപ്പേൽക്കുമ്പോൾ അവൻ കോട്ട് കൂടുതൽ മുറുകെ പുതച്ചു. തന്റെ പിന്നിലൊരു നിഴൽ പതിയിരിക്കുന്നുണ്ട് അവന് തോന്നിയില്ല. എന്നാൽ ആ നിഴൽ മനുഷ്യന്റേതായിരുന്നില്ല. അത് സാങ്കേതിക വിദ്യയുടെയും ഭീരുതയുടെയും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര സംശയത്തിന്റെയും നിഴൽ കൂടിയായിരുന്നു. നഗരത്തിന്റെ മറുഭാഗത്ത് ഒരു പഴയ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന്റെ 5ാം നിലയിൽ ജനലിലൂടെ പുറത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന മറ്റൊരാളുണ്ടായിരുന്നു. സോഫിയ ഇലിയന. അനാത്തോലിയുടെ കോണ്ടാക്ട് എന്നതിലുപരി ആരുമറിയാത്ത മറ്റൊരു രഹസ്യം അവരുടെ മനസ്സിന്റെ ഉള്ളറകളിൽ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ചുവന്ന ലേബലിൽ ദൃഷ്ടി പതിച്ചു നിൽക്കുമ്പോൾ
അവളുടെ കണ്ണുകളിൽ രാജ്യം, കടമ, ഭയം, അസ്വസ്ഥത എന്നിവയെല്ലാം കൂടിക്കലർന്നു. ആ കോക്കോകോള ബോട്ടിൽ അവളെയും അവളുടെ തീരുമാനങ്ങളെയും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരനന്തതയിലേക്കാണ് തള്ളിവിടാൻ പോകുന്നതെന്ന് ആ നിമിഷം അവൾ അറിഞ്ഞിരുന്നില്ല. നിമിഷങ്ങൾക്കകം അനാത്തോലി അപ്പാർട്ട്മെന്റിലെത്തും. ആ ബോട്ടിൽ മേശപ്പുറത്തു വയ്ക്കും. ആ നിമിഷം മുതൽ ആ അപ്പാർട്ട്മെന്റ് ഒരു സേഫ് ഹൗസ് ആണെന്ന സത്യം ആ ബോട്ടിലിലെ സിഗ്നലുകൾ ലോകത്തോട് വിളിച്ചു പറയും. അവിടെയാണ് ഈ കഥയുടെ ഏറ്റവും ഇരുണ്ടതും ചോര മരവിപ്പിക്കുന്നതുമായ അധ്യായം തുടങ്ങുന്നത്. ട്രാക്കിംഗ് എന്നത് ഇവിടെ കേവലം ഒരു വിവരശേഖരണമല്ല, മറിച്ച് വിധിനിർണയം കൂടിയായി മാറുന്ന നിമിഷം. കറുത്ത വാനിൽ ഹാരിസൺ തന്റെ ഹെഡ്ഫോൺ ക്രമീകരിച്ചു. ഈസ്റ്റ് ബെർലിൻ സ്ട്രീറ്റ് 14. സ്ക്രീനിലെ പച്ചപ്പൊട്ട് മുന്നോട്ട് നീങ്ങുന്നത് നോക്കി അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കൊക്കക്കോള യാത്ര തുടരുകയാണ്. അനലിസ്റ്റ് യുവാൻ മുഖത്ത് ചിരിയില്ലാതെ മറുപടി നൽകി. അവൻ അതിർത്തി കടക്കുകയാണ് സാർ. ചെക്ക് പോയിന്റ് ചാർലിക്ക് അരികിൽ. ഹാരിസൺ ഉമിനീരിറക്കി. അതായിരുന്നു യഥാർത്ഥ പരീക്ഷണഘട്ടം. ചെക്ക് പോയിന്റിലെ മെറ്റൽ ഡിറ്റക്ടറുകളും എക്സ്റേ മെഷീനുകളും ഡാനിയലിന്റെ കണ്ടുപിടുത്തത്തെ പരാജയപ്പെടുത്തുമോ? അനാത്തോലി കാർ നിർത്തി ബോട്ടിൽ സീറ്റിൽ വെച്ചു. ഈസ്റ്റ് ജർമ്മൻ ഗാർഡ്, മുഖത്ത് യാതൊരു ഭാവവുമില്ലാത്ത ഒരു യുവാവ്, കാറിന്റെ ജനലിൽ തട്ടി. പേപ്പർ. അനാത്തോലി ഡിപ്ലോമാറ്റിക് പാസ് നീട്ടി. ഗാർഡിന്റെ കണ്ണുകൾ കാറിനുള്ളിലൂടെ അലഞ്ഞു. പിൻസീറ്റിലെ ഫയലുകൾ, മുന്നിലെ ഗ്ലൗ ബോക്സ്, പിന്നെ സീറ്റിലിരിക്കുന്ന കൊക്കക്കോള ബോട്ടിൽ. ഗാർഡിന്റെ നോട്ടം അതിലൊന്ന് ഉടക്കി. വാനിലിരുന്ന് ഹാരിസൺ ശ്വാസമടക്കിപ്പിടിച്ചു. ഇതൊരു സാധാരണ ബോട്ടിൽ പോലും തോന്നണം. തോന്നിയാൽ മാത്രം പോരാ, ആരെങ്കിലും അത് കുടിച്ചാൽ പോലും അതിൽ വിഷമില്ലെന്ന് ഉറപ്പാക്കണം എന്ന ഡാനിയലിന്റെ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി. ഭാഗ്യവശാൽ ഗാർഡ് കുപ്പിയെടുത്തില്ല. അലസമായി കൈവീശി മുന്നോട്ടു പോകൂ. അനാത്തോലി കാർ സ്റ്റാർട്ട് ചെയ്തു. വാനിന്റെ സ്ക്രീനിൽ പച്ചപ്പൊട്ട് വീണ്ടും ചലിക്കാൻ തുടങ്ങി. CIA സംഘം ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. കിഴക്കൻ ബെർലിനിലെ തെരുവുകൾക്ക് ഒരു പ്രത്യേക ഗന്ധമുണ്ട്. കൽക്കരിയുടെയും പഴകിയ സിമന്റിന്റെയും കനത്ത നിശബ്ദതയുടെയും ഗന്ധം. ഇവിടെ വെളിച്ചം കുറവാണ്, നിഴലുകൾക്ക് നീളം കൂടുതലാണ്. അനാത്തോലി ഒരു പഴയ സോവിയറ്റ് ബ്ലോക്ക് അപ്പാർട്ട്മെന്റിന് മുന്നിൽ കാർ നിർത്തി. ബോട്ടിൽ കോട്ടിന്റെ പോക്കറ്റിലിട്ട് പടികൾ കയറി 5-ാം നിലയിലെ 502-ാം നമ്പർ മുറിയിലെത്തി. വാതിൽ തുറന്നത് സോഫിയയാണ്. സോഫിയ ഇലീയന, 30 വയസ്സ്, കറുത്ത മുടിയും ആഴമുള്ള കണ്ണുകളുമുള്ള റഷ്യൻ വിവർത്തക. KGBയുടെ സിവിലിയൻ സ്റ്റാഫായിരുന്നു അവളെങ്കിലും യഥാർത്ഥ റോൾ അതായിരുന്നില്ല. രഹസ്യരേഖകൾ കൈമാറുന്ന ഒരിടനിലക്കാരി, ഡെഡ് ഡ്രോപ്പ് മാനേജർ, അതായിരുന്നു അവൾ. അനാത്തോലി അകത്തുകടന്ന് കോട്ടഴിച്ചു. ഇന്ന് നല്ല ക്ഷീണമുണ്ട് സോഫിയ, അവൻ പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന കൊക്കക്കോള ബോട്ടിൽ അവൻ അടുക്കളയിലെ മേശപ്പുറത്ത് വെച്ചു. ആ നിമിഷം മുതൽ ആ അപ്പാർട്ട്മെന്റിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതൊരു CIA ലിസണിംഗ് പോസ്റ്റായി മാറിക്കഴിഞ്ഞു. ബോട്ടിലിലെ ട്രാൻസ്മിറ്റർ ശബ്ദങ്ങൾ പിടിച്ചെടുക്കില്ലെങ്കിലും കൃത്യമായ ലൊക്കേഷൻ അത് പിൻ പോയിന്റ് ചെയ്തു നൽകി. ഈ ലൊക്കേഷൻ വെച്ച് CIAക്ക് ഓപ്പറേഷൻ ഗോൾഡ് മാതൃകയിൽ മറ്റൊരു നീക്കം ചെയ്യാം, അല്ലെങ്കിൽ അടുത്തുള്ള ഘട്ടകത്തിൽ നിന്ന് ലേസർ മൈക്രോഫോൺ ഉപയോഗിച്ച് അവരുടെ സംഭാഷണങ്ങൾ ചോർത്താം. സോഫിയ അനാത്തോലിക്ക് ചായ ഉണ്ടാക്കി നൽകുന്നതിനിടെ ബോട്ടിലിലേക്ക് നോക്കി ചോദിച്ചു, നീ എപ്പോഴാണ് ഈ അമേരിക്കൻ വിഷം കുടിച്ചു തുടങ്ങിയത്? അനാത്തോലി ചിരിച്ചു. ഇതൊരു രുചിയല്ല സോഫിയ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ എവിടെയാണെങ്കിലും ശത്രു നമ്മുടെ തൊട്ടടുത്തുണ്ടെന്ന് ഓർമ്മ. വിരോധാഭാസമെന്ന് പറയട്ടെ, അവൻ പറഞ്ഞത് സത്യമായിരുന്നു. പക്ഷേ അവൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല എന്ന് മാത്രം. 2 ദിവസത്തിനു ശേഷം ലാംഗ്ലിയിലെ ഡാനിയലിന്റെ ലാബിൽ ഫോൺ മുഴങ്ങി. ഹാരിസൺ ആയിരുന്നു. ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഡാൻ, സിഗ്നൽ സ്റ്റേബിളാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഡാനിയലിന്റെ നെഞ്ചടിപ്പ് കൂടി. എന്താണ്? ആ ബോട്ടിൽ അതവിടെ നിന്ന് മാറിയിട്ടില്ല. 48 മണിക്കൂറായി ഒരേ സ്ഥലത്ത് തന്നെ. ഒന്നുകിൽ അവർ അത് കുടിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അവർ അത് കണ്ടെത്തി. ഡാനിയൽ വാചകം പൂർത്തിയാക്കി. പക്ഷേ സംഭവിച്ചത് അതായിരുന്നില്ല. സോഫിയ ആ ബോട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഫ്രിഡ്ജിന്റെ തണുത്ത ലോഹക്കവചം സിഗ്നലിനെ തടസ്സപ്പെടുത്തി. എന്നാൽ എപ്പോഴെല്ലാം ഫ്രിഡ്ജിന്റെ വാതിൽ തുറക്കുന്നുവോ അപ്പോഴെല്ലാം ഒരു ചെറിയ പിങ്ക് സിഗ്നൽ പുറത്തുവന്നു. CIA അനലിസ്റ്റുകൾക്ക് അതൊരു പാറ്റേണായി തോന്നി. രാവിലെ 7 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്ക്, രാത്രി 8 മണിക്ക്, കൃത്യമായ ഭക്ഷണ സമയങ്ങൾ. മനുഷ്യന്റെ വിശപ്പും ദിനചര്യകളും പോലും
ഒരു മെഷീൻ കോഡ് പോലെ വായിച്ചെടുക്കാവുന്ന അവസ്ഥ. ഇതിനിടയിൽ സോഫിയയുടെ ജീവിതത്തിൽ മറ്റൊരു നാടകം അരങ്ങേറുന്നുണ്ടായിരുന്നു. അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു, വിക്ടർ, ഒരു ഈസ്റ്റ് ജർമ്മൻ പോലീസ് ഓഫീസർ. വിക്ടറിന് സോഫിയയുടെ യഥാർത്ഥ ജോലിയെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. അവൻ പലപ്പോഴും അവളുടെ അപ്പാർട്ട്മെന്റിൽ വന്ന് അവളുടെ സാധനങ്ങൾ പരിശോധിക്കാറുണ്ട്. ഒരു വൈകുന്നേരം വിക്ടർ വന്നു. സോഫിയ കുളിക്കുകയായിരുന്നു. വിക്ടർ ഫ്രിഡ്ജ് തുറന്ന് ഒരു ബിയർ എടുക്കാൻ നോക്കി. കൈ തട്ടിയത് ആ കൊക്കക്കോള ബോട്ടിലിൽ. വിക്ടർ അത് കയ്യിലെടുത്തു. തണുത്ത കുപ്പി. അവനത് വെളിച്ചത്തിന് നേരെ പിടിച്ചു. സാധാരണ ആരും ശ്രദ്ധിക്കാത്ത ഒന്ന് അവൻ കണ്ടു. കുപ്പിയുടെ അടിയിൽ ഗ്ലാസിന്റെ കട്ടിയിൽ ചെറിയൊരു വ്യത്യാസം. ഒരു സാധാരണക്കാരന് അത് നിർമ്മാണത്തിലെ പിഴവായി തോന്നും. പക്ഷെ വിക്ടർ ഒരു പോലീസ് ഓഫീസറാണ്. സംശയം അവന്റെ തൊഴിലാണ്. അവൻ ബോട്ടിൽ തുറക്കാൻ നോക്കിയില്ല. പകരം അവനത് തന്റെ ബാഗിലിട്ടു. വാനിലെ സ്ക്രീനിൽ സിഗ്നൽ പെട്ടെന്ന് ചലിച്ചു തുടങ്ങി. ടാർഗറ്റ് നീങ്ങുന്നു. വേഗത്തിൽ, അനലിസ്റ്റ് വിളിച്ചു പറഞ്ഞു. ഹാരിസൺ അമ്പരന്നു. അനാത്തോലി അവിടെ ഇല്ലല്ലോ. ആരാണതെടുത്തത്? സിഗ്നൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറങ്ങി തെരുവിലൂടെ വേഗത്തിൽ നീങ്ങി. അത് ഒരു പോലീസ് സ്റ്റേഷന്റെ ദിശയിലായിരുന്നു. ഹാരിസന്റെ മുഖം വിളറി. അബോട്ട്, മിഷൻ അബോട്ട് ചെയ്യണം. സിഗ്നൽ കട്ട് ചെയ്. പക്ഷേ അത് സാധ്യമല്ലായിരുന്നു. ബോട്ടിലിൽ റിമോട്ട് കിൽ സ്വിച്ച് ഇല്ല. ബാറ്ററി തീരുന്നതുവരെ അത് ഞാനിവിടെയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. വിക്ടർ നേരെ പോയത് തന്റെ സ്റ്റേഷനിലെ ടെക്നിക്കൽ വിഭാഗത്തിലേക്കല്ല. അവൻ പോയത് തന്റെ സുഹൃത്തായ ഒരു പഴയ വാച്ച് റിപ്പയററുടെ അടുത്തേക്കാണ്. ഹാൻസ്, ഇതൊന്ന് നോക്ക്. ഇതിനുള്ളിൽ എന്തോ ഉണ്ട്. ഹാൻസ് തന്റെ ലെൻസ് കണ്ണിൽ വെച്ച് കുപ്പിയുടെ അടിഭാഗം പരിശോധിച്ചു. വിക്ടർ, ഇതൊരു സാധാരണ കുപ്പിയല്ല. ഇതിനുള്ളിൽ വയറുകളുണ്ട്. ആ നിമിഷം വിക്ടറിന് മനസ്സിലായി, താൻ കൈവശം വെച്ചിരിക്കുന്നത് ഒരു ബോംബല്ലെങ്കിലും അതിനേക്കാൾ സ്ഫോടനാത്മകമായ ഒന്നാണെന്ന്. ഇത് സോഫിയയെ സംബന്ധിച്ച തെളിവാണ്. അവളൊരു ചാരയാണോ, അതോ അവൾ ചാരന്മാരുടെ ഇരയാണോ? സ്നേഹവും സംശയവും തമ്മിലുള്ള യുദ്ധം അവന്റെ മനസ്സിൽ നടന്നു. അവൻ തീരുമാനിച്ചു, ഇത് മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനു മുൻപ് സോഫിയയോട് ചോദിക്കണം. അവൻ തിരികെ അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു. ഈ സമയം CIA-യുടെ മറ്റൊരു ടീം, ക്ലീനർമാർ, ആക്റ്റീവായിരുന്നു. അവരുടെ ലക്ഷ്യം ബോട്ടിൽ തിരിച്ചുപിടിക്കുകയല്ല, അത് KGB-യുടെ കയ്യിൽ എത്താതിരിക്കുകയാണ്. ചിലപ്പോൾ അതിൻ്റെ അർത്ഥം ബോട്ടിൽ കൈവശം വച്ചിരിക്കുന്ന ആളെ തടയുക എന്നതാണ്. ഡാനിയൽ ലാബിലിരുന്ന് ഈ വിവരങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ തന്റെ വിജയത്തിൽ അഭിമാനിച്ചിരിക്കുകയായിരുന്നു. തന്റെ ചെറിയ കണ്ടുപിടുത്തം ഒരു വലിയ ചാരശൃംഖലയെ തകർക്കുമെന്ന് അവൻ വിശ്വസിച്ചു. പക്ഷേ അവന്റെ കുപ്പി ഇപ്പോൾ ഒരു പ്രണയബന്ധത്തെയും 2 മനുഷ്യരുടെ ജീവനെയും തകർക്കാൻ പോവുകയായിരുന്നു എന്ന് അവൻ അറിഞ്ഞില്ല. വിക്ടർ അപ്പാർട്ട്മെന്റിലെത്തി വാതിലിൽ മുട്ടി. സോഫിയ വാതിൽ തുറന്നു. വിക്ടർ ബോട്ടിൽ മേശപ്പുറത്തു വെച്ചു. ഇതെന്താണ് സോഫിയ? അവന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സോഫിയ അത്ഭുതപ്പെട്ടു. അതൊരു കൊക്കക്കോള കുപ്പി. അനാത്തോലി കൊണ്ടുവന്നത് അല്ല. വിക്ടർ അലറി. ഇതൊരു മൈക്രോഫോണാണ്, അല്ലെങ്കിൽ ഒരു ട്രാക്കർ. നീ ആർക്കു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? സോഫിയയുടെ മുഖം ഭയം കൊണ്ട് വെളുത്തു. അവൾക്ക് സത്യം അറിഞ്ഞിരുന്നില്ല. അനാത്തോലി തന്നെ ചതിച്ചലാണോ, അതോ അനാത്തോലിയും ഇരയാണോ? ആ സമയത്ത് താഴെ തെരുവിൽ ഒരു കറുത്ത സെഡാൻ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയത് CIA ഏജന്റുമാരല്ലായിരുന്നു, മറിച്ച് KGB-യുടെ കൗണ്ടർ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായിരുന്നു. CIA-യുടെ സിഗ്നൽ പിടിച്ചെടുക്കാൻ KGB-ക്കും കഴിഞ്ഞിരുന്നു. അവരുടെ വാനുകളും നഗരത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു. അമേരിക്കൻ ഫ്രീക്വൻസിയിലുള്ള ഒരു അസ്വാഭാവിക സിഗ്നൽ അവരുടെ സ്കാനറുകളിൽ പതിഞ്ഞിരുന്നു. വിക്ടറും സോഫിയയും തമ്മിലുള്ള തർക്കം മുറുകുമ്പോൾ വാതിൽ ചവിട്ടി തുറക്കപ്പെട്ടു. 3 പേർ അകത്തേക്ക് കടന്നു. അവരുടെ കയ്യിൽ തോക്കുകളുണ്ടായിരുന്നു. ആരും അനങ്ങരുത്, സ്റ്റേറ്റ് സെക്യൂരിറ്റി. മേശപ്പുറത്തിരുന്ന കൊക്കക്കോള ബോട്ടിൽ നിശബ്ദമായി അപ്പോഴും സിഗ്നൽ അയച്ചുകൊണ്ടേയിരുന്നു. ഏജന്റുമാർ വിക്ടറിനെ നിലത്ത് ചവിട്ടിപ്പിടിച്ചു. അവന്റെ കൈകൾ പിന്നിലേക്ക് വളച്ച് കൈവിലങ്ങിട്ടു. മറ്റൊരു ഏജന്റ് തോക്കിൻമുനയിൽ സോഫിയയെ ചുമരിനോട് ചേർത്തു നിർത്തി. നീ സോവിയറ്റ് യൂണിയനെതിരെ ചാരപ്രവർത്തനം നടത്തുകയാണോ? ചോദ്യം മൂർച്ചയുള്ളതായിരുന്നു. മറുപടിക്ക് കാത്തു നിൽക്കാത്ത ഒന്ന്. മേശപ്പുറത്തു വച്ചിരുന്ന കോക്കക്കോള ബോട്ടിൽ ഇപ്പോഴും നിശബ്ദമായി സിഗ്നലുകൾ അയച്ചുകൊണ്ടിരുന്നു, ഒരു അദൃശ്യ സാക്ഷിയെപ്പോലെ. ആ രാത്രി ഈസ്റ്റ് ബെർലിനിലെ കുപ്രസിദ്ധമായ ഹോഹൻഷോൺ ഹൗസൻ എന്ന ജയിലിലേക്ക് അവരെ കൊണ്ടുപോയി. ഈ ജയിൽ ഒരു സാധാരണ ജയിലല്ല.
ഇവിടെ ശാരീരിക പീഡനങ്ങളെക്കാൾ കൂടുതൽ മാനസികമായ തകർച്ചയാണ് ലക്ഷ്യം. ഇതിനെ സെർസെറ്റ്സൂൽ എന്ന് വിളിക്കുന്നു. ആത്മാവിനെ അലിയിച്ചു കളയുക. വിക്ടറിനെയും സോഫിയയെയും വെവ്വേറെ സെല്ലുകളിലാക്കി. വിക്ടറിന്റെ സെൽ പൂർണ്ണമായും ഇരുണ്ടതാണ്. വെളിച്ചമില്ല, ശബ്ദമില്ല. സോഫിയുടെ സെൽ നേരെ വിപരീതമായിരുന്നു. 24 മണിക്കൂറും കത്തുന്ന തീക്ഷ്ണമായ ലൈറ്റ്, കണ്ണുകൾ ചിമ്മാൻ പോലും അനുവദിക്കാത്ത വെളിച്ചം. ചോദ്യം ചെയ്യൽ മുറിയിൽ മേശപ്പുറത്ത് ആ കോക്കക്കോള ബോട്ടിലിരുന്നു. മുറിയിൽ ഒരു കസേരയിൽ വിക്ടർ ഇരുന്നു. അവന്റെ മുന്നിൽ കേണൽ വോൾക്കോവ്. വോൾക്കോവ് ശാന്തനായിരുന്നു. ഒരു പ്രൊഫസറുടെ ശാന്തത. അവൻ ബോട്ടിലിലേക്ക് വിരൽ ചൂണ്ടി. നിനക്കറിയാമോ വിക്ടർ, ഇതിനുള്ളിൽ എന്താണെന്ന്? വിക്ടർ മറുപടി പറഞ്ഞില്ല. വോൾക്കോവ് തുടർന്നു. ഇതൊരു അമേരിക്കൻ നിർമ്മിതിയാണ്. നിന്റെ കാമുകി ഇതെവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞു? അവൾക്കറിയില്ല. വിക്ടർ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവൾ നിരപരാധിയാണ്. വോൾക്കോവ് ചിരിച്ചു. ഈ ലോകത്ത് ആരും കുറ്റവാളികളല്ല വിക്ടർ, തെളിയിക്കപ്പെടാത്തതുവരെ മാത്രം. അവൻ ബോട്ടിലിന്റെ അടിഭാഗം ഒരു സ്പെഷ്യൽ ടൂൾ ഉപയോഗിച്ച് തുറന്നെടുത്തു. അകത്തുനിന്ന് ചെറിയൊരു ഇലക്ട്രോണിക് ചിപ്പ് പുറത്തെടുത്തു. കണ്ടോ, നീ സ്നേഹിക്കുന്ന പെണ്ണ് നിന്നെ മാത്രമല്ല നിന്റെ രാജ്യത്തെയും വിറ്റു. അതേസമയം സോഫിയയെ ചോദ്യം ചെയ്യുന്നത് മറ്റൊരു രീതിയിലായിരുന്നു. അവളെ ചോദ്യം ചെയ്യാൻ വന്നത് ഒരു വനിതാ ഓഫീസറാണ്. അവർ സോഫിയയോട് വിക്ടറിനെക്കുറിച്ച് ചോദിച്ചു. വിക്ടർ പറഞ്ഞു, നീയാണ് അവനെ ഇതിലേക്ക് വലിച്ചിഴച്ചത് എന്ന്. അവൻ നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല സോഫിയ, അവൻ സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നുണയായിരുന്നു. പക്ഷേ ഒറ്റപ്പെട്ടൊരു സെല്ലിൽ ഉറക്കമില്ലാത്ത രാത്രികളിൽ നുണ സത്യത്തേക്കാൾ വിശ്വസനീയമായി തോന്നും. സോഫിയുടെ മനസ്സ് ഇളകാൻ തുടങ്ങി. താൻ വിശ്വസിച്ച പുരുഷൻ തന്നെ ഒത്തിക്കൊടുത്തോ? ലാംഗ്ലിയിൽ ഹാരിസണും ഡാനിയലും അസ്വസ്ഥരായിരുന്നു. സിഗ്നൽ ഇപ്പോൾ ഒരിടത്ത് സ്ഥിരമായി നിൽക്കുന്നു. അത് KGBയുടെ ആസ്ഥാനമാണ് എന്ന് മാപ്പിൽ വ്യക്തമായിരുന്നു. അവരത് കണ്ടെത്തി. ഡാനിയൽ തലതാഴ്ത്തി പറഞ്ഞു. ഇനി എന്ത്? ഹാരിസൺ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഇനി നമ്മൾ ആ അധ്യായം അടയ്ക്കുന്നു. ആ ബോട്ടിൽ ഇനിയൊരു തെളിവാണ്. പക്ഷെ അത് ആർക്കെതിരെ ഉപയോഗിക്കും എന്നതാണ് ചോദ്യം. അനാറ്റോളി സ്മിർനോവ്, ഇതിനെല്ലാം കാരണക്കാരനായ മനുഷ്യൻ, ഇപ്പോഴും സ്വതന്ത്രനായിരുന്നു. അവൻ തന്റെ സേഫ് ഹൗസിലിരുന്ന് പുതിയ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. അവൻ അറിയില്ലായിരുന്നു താൻ കുടിച്ച കോക്കക്കോള ബോട്ടിൽ തന്റെ കാമുകിയെയും ഒരു നിരപരാധിയായ പോലീസുകാരനെയും നരകത്തിലേക്ക് തള്ളിയിട്ടതെന്ന്. അവനെ സംബന്ധിച്ചിടത്തോളം ആ ബോട്ടിൽ നഷ്ടപ്പെട്ടൊരു സാധനം മാത്രമായിരുന്നു. ജയിലിൽ ദിവസങ്ങൾ ആഴ്ചകളായി മാറി. വിക്ടറിനെ ഉറങ്ങാൻ അനുവദിച്ചില്ല. ഓരോ തവണ അവൻ കണ്ണടയ്ക്കുമ്പോഴും വാതിലിൽ ഒരു വലിയ ശബ്ദം കേൾക്കും, അല്ലെങ്കിൽ തണുത്ത വെള്ളം മുഖത്തൊഴിക്കും. അവന്റെ മനസ്സിന്റെ സമനില തെറ്റാൻ തുടങ്ങി. അവൻ കാണാത്ത കാര്യങ്ങൾ കാണാൻ തുടങ്ങി. സോഫിയ തന്നെ നോക്കി ചിരിക്കുന്നു. കോക്കക്കോള ബോട്ടിലിൽ നിന്ന് പാമ്പ് പുറത്തു വരുന്നു. വോൾക്കോവ് വീണ്ടും വന്നു. ഒപ്പിട് വിക്ടർ, നീ CIA ഏജന്റാണെന്ന് ഒപ്പിട്, അപ്പോൾ നിനക്ക് ഉറങ്ങാം. ഒടുവിൽ തളർന്ന അവശനായ വിക്ടർ പേന കയ്യിലെടുത്തു. സത്യം എന്താണെന്ന് അവന് തന്നെ ഓർമ്മയില്ലാതായി കഴിഞ്ഞിരുന്നു. അവൻ ആ പേപ്പറിൽ ഒപ്പിട്ടു. താൻ ചെയ്യാത്ത കുറ്റത്തിന്, താൻ കാണാത്ത അമേരിക്കൻകാർക്ക് വേണ്ടി സോഫിയയെ വിട്ടയച്ചില്ല. അവളെ മറ്റൊരു ബ്ലോക്കിലേക്ക് മാറ്റി. അവിടെ ജനലുകളില്ലാത്ത മുറികളിൽ അവൾ മറ്റു സ്ത്രീകളുടെ കരച്ചിൽ കേട്ടു. അവൾക്ക് മനസ്സിലായി താൻ ഇനി ഒരിക്കലും പുറം ലോകം കാണില്ല എന്ന്. അവളുടെ ഒരേയൊരു തെറ്റ് ഒരു കോക്കക്കോള ബോട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിലൊന്ന്. ഒരു ശീതളപാനീയം, സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്ന ഒന്ന്, അവളുടെ സ്വാതന്ത്ര്യം എന്നേക്കുമായി കവർന്നെടുത്തു. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. CIAക്ക് ഈ പരാജയം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഡാനിയൽ തന്റെ ലാബിലിരുന്ന് പുതിയൊരു പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നു. നമുക്ക് ആ ബോട്ടിൽ തിരിച്ചു കിട്ടണം, അവൻ ഹാരിസണോട് പറഞ്ഞു. അത് വെറും ബോട്ടിലല്ല, അതിൽ നമ്മുടെ സാങ്കേതികവിദ്യയുടെ രഹസ്യമുണ്ട്. റഷ്യക്കാർ അത് പഠിച്ചാൽ അവർ നമ്മളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കും. ഹാരിസൺ ഡാനിയലിനെ നോക്കി. നീ പറയുന്നത് ആത്മഹത്യയാണ് ഡാൻ. KGB ആസ്ഥാനത്ത് നിന്ന് ഒരു തെളിവ് മോഷ്ടിക്കുകയോ? അത് അസാധ്യമാണ്. അസാധ്യമായത് നമ്മൾ പലതവണ ചെയ്തിട്ടുണ്ട്, ഡാനിയൽ മറുപടി നൽകി. ഇത്തവണ നമുക്ക് വേണ്ടത് ഒരു പട്ടാളക്കാരനെയല്ല, ഒരു കള്ളനെയാണ്. അങ്ങനെ ഓപ്പറേഷൻ റീസൈക്കിൾ ജനിച്ചു. ബെർലിനിലെ അധോലോകത്തിൽ നിന്ന് CIA ഒരാളെ കണ്ടെത്തി. ഫ്രാൻസ് എന്ന പഴയ മോഷ്ടാവ്. ഫ്രാൻസിന് രാഷ്ട്രീയമില്ല, അവന് പണം മാത്രമാണ് വലുത്. അവനെ ഏൽപ്പിച്ച ദൗത്യം ലളിതമായിരുന്നു. KGBയുടെ ഫോറൻസിക് ലാബിൽ നുഴഞ്ഞുകയറുക, ആ കൊക്കക്കോള ബോട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. ബെർലിൻ മതിലിൻ്റെ നിഴലിൽ ഒരു പുതിയ നാടകം ആരംഭിക്കുകയായിരുന്നു. ഫ്രാൻസ് കറുത്ത വസ്ത്രം ധരിച്ച് ഓവുചാലിലൂടെ KGB കോമ്പൗണ്ടിൻ്റെ അടിയിലേക്ക് നീങ്ങി. മുകളിൽ വോൾക്കോവ് തൻ്റെ വിജയത്തിൽ മതിമറന്നിരിക്കുകയായിരുന്നു. അവൻ്റെ മേശപ്പുറത്ത് ഒരു ട്രോഫി പോലെ ആ തുറന്ന കൊക്കക്കോള നോട്ടിൽ ഇരുന്നു.
അർദ്ധരാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച് ഒരു ചെറിയ ക്ലിക്ക് ശബ്ദം. KGB ഹെഡ്ക്വാർട്ടേഴ്സിന്റെ വെന്റിലേഷൻ ഷാഫ്റ്റിൽ നിന്ന് ഫ്രാൻസ് ലാബിലേക്ക് ഊർന്നിറങ്ങി. വെളിച്ചം വളരെ മങ്ങിയതായിരുന്നു. ചുവപ്പും പച്ചയും ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ മാത്രം മിന്നിത്തിളങ്ങുന്ന ഒരു മുറി. അവന്റെ മുന്നിലെ വലിയ ഗ്ലാസ് ക്യാബിനറ്റിൽ ആ കൊക്കക്കോള ബോട്ടിൽ ഇരിക്കുന്നു. അത് പൂർണ്ണമായ രൂപത്തിലല്ല. അടിഭാഗം തുറന്ന് വയറുകൾ പുറത്തേക്ക് വലിച്ചു വെച്ചിരുന്നു, ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയെപ്പോലെ. ഫ്രാൻസ് വളരെ സൂക്ഷ്മതയോടെ ഗ്ലാസ് കവർ നീക്കി. കയ്യിലെ ചെറിയ ടൂൾ ഉപയോഗിച്ച് ബോട്ടിലിനുള്ളിലെ മൈക്രോചിപ്പ് മാത്രം അവൻ അടർത്തിയെടുത്തു. ഡാനിയൽ പറഞ്ഞത് ശരിയാണ്. ബോട്ടിലല്ല, അതിനുള്ളിലെ ചിപ്പാണ് പ്രധാനം. അത് സോവിയറ്റ് എഞ്ചിനീയർമാർക്ക് കിട്ടിയാൽ അവർക്ക് CIA-യുടെ ട്രാക്കിംഗ് ഫ്രീക്വൻസി കോഡ് തകർക്കാൻ കഴിയും. ഫ്രാൻസ് ചിപ്പ് പോക്കറ്റിലിട്ടു. പകരം അവൻ കൊണ്ടുവന്ന അതേ വലിപ്പത്തിലുള്ള വ്യാജ ചിപ്പ് അവിടെ വെച്ചു. പെട്ടെന്ന് അടിനാഴിയിൽ ബോട്ടിന്റെ ശബ്ദം. കാവൽക്കാർ റൗണ്ട്സിന് വരികയാണ്. ഫ്രാൻസ് നിഴലിൽ മറഞ്ഞു. ടോർച്ചിന്റെ വെളിച്ചം മുറിയിലൂടെ പാഞ്ഞു. കാവൽക്കാരൻ ഗ്ലാസ് ക്യാബിനറ്റിലേക്ക് നോക്കി. എല്ലാം പഴയതുപോലെ തന്നെ. അവൻ വാതിലടച്ചുപോയി. ഫ്രാൻസ് ശ്വാസം വിട്ടു. അവൻ വന്ന വഴിയെ തിരിച്ചു കയറി ബെർലിൻ നഗരത്തിന്റെ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനായി. അടുത്ത ദിവസം രാവിലെ KGB ലാബിൽ വലിയ ബഹളം. ഇത് പ്രവർത്തിക്കുന്നില്ല, ചീഫ് എഞ്ചിനീയർ അലറി. ഇന്നലെ വരെ സിഗ്നൽ ഉണ്ടായിരുന്നു, ഇന്നിതിൽ നിന്ന് വരുന്നത് വെറും സ്റ്റാറ്റിക് നോയ്സാണ്. വോൾക്കോവിന് ദേഷ്യത്താൽ വിറച്ചു. ആരെങ്കിലും ഇവിടെ കടന്നുവന്നോ? സെക്യൂരിറ്റി ക്യാമറകൾ പരിശോധിക്കൂ. എന്നാൽ ഫ്രാൻസ് വിദഗ്ധനായിരുന്നു. ക്യാമറകളിലൊന്നും പതിഞ്ഞില്ല. വോൾക്കോവിന് മനസ്സിലായി താൻ തോറ്റുപോയെന്ന്. അമേരിക്കക്കാർ തന്റെ മൂക്കിനു താഴെ നിന്ന് തെളിവെടുത്തു കൊണ്ടുപോയി. ഇതേസമയം ജയിലിൽ സോഫിയയുടെയും വിക്ടറിന്റെയും നില കൂടുതൽ മോശമായിരുന്നു. സോഫിയയ്ക്ക് ഭക്ഷണം നൽകുന്നത് നിർത്തി. വിക്ടർ മാനസികമായി തകർന്നിരുന്നു. അവർക്കറിയില്ലായിരുന്നു പുറം ലോകത്ത് തങ്ങളുടെ മോചനത്തിനു വേണ്ടി മറ്റൊരു കളി നടക്കുന്നുണ്ടെന്ന്. ഹാരിസൺ തന്റെ മേലുദ്യോഗസ്ഥരുമായി തർക്കിക്കുകയായിരുന്നു. നമ്മുടെ ഓപ്പറേഷൻ കാരണം 2 നിരപരാധികൾ കുടുങ്ങി, അവരെ പുറത്തെത്തിക്കണം. അത് അപകടകരമാണ് ഹാരിസൺ, ഡയറക്ടർ പറഞ്ഞു. അവർ നമ്മുടെ ഏജന്റുമാരല്ല. അല്ല, പക്ഷേ അവർ നമ്മൾ കാരണം ഇരകളായവരാണ്. അവരെ രക്ഷിച്ചില്ലെങ്കിൽ ഇനി ആരും നമ്മളെ വിശ്വസിക്കില്ല. അവസാനം വാഷിംഗ്ടൺ സമ്മതിച്ചു. ഒരു കൈമാറ്റം. തടവിലുള്ള ഒരു ഉന്നത KGB ചാരന് പകരമായി സോഫിയയും വിക്ടറിനെയും മോചിപ്പിക്കുക. ചർച്ചകൾ രഹസ്യമായി നടന്നു. ഈസ്റ്റ് ജർമ്മൻ വക്കീലായ വോൾഫ്ഗാങ് വോഗൽ ഇടനിലക്കാരനായി. കൈമാറ്റം നിശ്ചയിച്ചത് ഗ്ലീനിച്ച് പാലം എന്നറിയപ്പെടുന്ന ചാരന്മാരുടെ പാലത്തിലാണ്. തണുത്ത മഞ്ഞുകാല പ്രഭാതം. പാലത്തിന്റെ ഒരറ്റത്ത് അമേരിക്കൻ കാറുകൾ, മറുവട്ടത്ത് സോവിയറ്റ് വാഹനങ്ങൾ, നടുവിൽ മൂടൽമഞ്ഞ്. ഹാരിസൺ കോട്ടിന്റെ കോളർ ഉയർത്തിപ്പിടിച്ച് പാലത്തിൽ നിൽക്കുന്നു. എതിരെ വോൾക്കോഫ്. ഇരുവർക്കും പരസ്പരം അറിയാം, പക്ഷേ കണ്ടതായി നടിച്ചില്ല. സോഫിയയും വിക്ടറിനെയും കാറിൽ നിന്ന് പുറത്തിറക്കി. അവർ ക്ഷീണിതരായിരുന്നു. വസ്ത്രങ്ങൾ കീറിയിരുന്നു. കണ്ണുകളിൽ ജീവനില്ലാത്തതുപോലെ. വിക്ടർ സോഫിയയെ താങ്ങിപ്പിടിച്ചിരുന്നു. അവർ പതുക്കെ നടക്കാൻ തുടങ്ങി. അപ്പുറത്തുനിന്ന് റഷ്യൻ ചാരനും നടന്നുവന്നു. പാലത്തിന്റെ മധ്യത്തിൽ വെച്ച് അവർ പരസ്പരം കടന്നുപോയി. നോട്ടങ്ങൾ കൈമാറിയില്ല. വെറും നിശബ്ദത മാത്രം. അമേരിക്കൻ അതിർത്തിയിലെത്തിയപ്പോൾ സോഫിയ ഹാരിസനെ നോക്കി. അവളുടെ കണ്ണുകളിൽ നന്ദിയില്ലായിരുന്നു, വെറും ശൂന്യത മാത്രം. എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം? അവൾ ചോദിച്ചു. ഹാരിസണും മറുപടിയില്ലായിരുന്നു. അവൻ ആ കൊക്കക്കോള ബോട്ടിലിനെക്കുറിച്ച് പറയാൻ തുനിഞ്ഞു, പക്ഷേ വേണ്ടെന്ന് വെച്ചു. ചില സത്യങ്ങൾ മരിക്കുന്നതാണ് നല്ലത്. വിക്ടറും സോഫിയയും വെസ്റ്റ് ബെർലിനിൽ പുതിയ ജീവിതം തുടങ്ങി. പക്ഷേ ജയിലിലെ പീഡനങ്ങൾ അവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയിരുന്നു. വിക്ടർ എപ്പോഴും സംശയരോഗിയായി. സോഫിയ നിശബ്ദയായി മാറി. അവർ പിന്നീട് പിരിഞ്ഞു. സോഫിയ കാനഡയിലേക്ക് കുടിയേറി. വിക്ടർ ജർമ്മനിയിൽ തന്നെ തുടർന്നു. മദ്യത്തിൽ അഭയം തേടി. അനാത്തോലി സ്മിർനോവിന് എന്ത് സംഭവിച്ചു? അവൻ രക്ഷപ്പെട്ടു. KGB അവനെ സംശയിച്ചില്ല. അവൻ വിരമിച്ച ശേഷം മോസ്കോയിൽ സമാധാനമായി ജീവിച്ചു. അവൻ ഒരിക്കലും അറിഞ്ഞില്ല താൻ കുടിച്ചൊരു പാനീയം 2 മനുഷ്യരുടെ ജീവിതം തകർത്ത കഥ. വർഷങ്ങൾക്ക് ശേഷം ബെർലിൻ മതിൽ തകർന്നു. പഴയ രഹസ്യരേഖകൾ പുറത്തുവന്നു. ഡാനിയേൽ അപ്പോഴേക്കും വിരമിച്ചിരുന്നു. ഒരു ദിവസം അവൻ പത്രത്തിലൊരു വാർത്ത കണ്ടു. ശീതയുദ്ധകാലത്തെ വിചിത്രായുധങ്ങൾ ലേലം ചെയ്യുന്നു. അതിൽ ഒരു കൊക്കക്കോള ബോട്ടിലിന്റെ ചിത്രമുണ്ടായിരുന്നു. വിവരണമിങ്ങനെ:
1970കളിൽ ബെർലിനിൽ നിന്ന് കണ്ടെടുത്ത മൈക്രോചിപ്പ് ഘടിപ്പിച്ച അപൂർവ ചാര ഉപകരണം. ഡാനിയൽ ആ ചിത്രം നോക്കി പുഞ്ചിരിച്ചു. അവൻ അലമാരയിൽ നിന്ന് ഒരു പഴയ ഡയറി എടുത്തു. അതിലവൻ ഇങ്ങനെ കുറിച്ചു: ഞങ്ങൾ ലോകത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷെ ചിലപ്പോൾ ഞങ്ങൾ ലോകത്തെ കൂടുതൽ സങ്കീർണമാക്കുകയായിരുന്നു. അവൻ ജനാലയിലൂടെ പുറത്തേക്കു നോക്കി. തെരുവിൽ കുട്ടികൾ കൊക്കക്കോള കുടിക്കുന്നത് കണ്ടു. അവർക്കത് വെറുമൊരു പാനീയമാണ്, മധുരമുള്ള, കുമിളകൾ പൊട്ടുന്ന സന്തോഷം. പക്ഷേ ഡാനിയലിനത് മറക്കാനാവാത്ത ഒരു പാപത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. ഒരു കുപ്പിയിലടച്ച അമേരിക്ക, ഒരു കുപ്പിയിലടച്ച മരണം, ഒരു കുപ്പിയിലടച്ച വഞ്ചന. ചരിത്രം ചിലപ്പോൾ വലിയ യുദ്ധങ്ങളിലൂടെയല്ല എഴുതപ്പെടുന്നത്. അത് ചെറിയ, അപ്രധാനമെന്ന് തോന്നുന്ന വസ്തുക്കളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഒരു പേന, ഒരു കുട, അല്ലെങ്കിൽ കൊക്കക്കോള ബോട്ടിൽ. ചാരന്മാരുടെ ലോകത്ത് ഒന്നും, തീർത്തുമൊന്നും പുറമേ കാണുന്നത് പോലെയല്ല. ഇന്ന് നിങ്ങളൊരു കോക്കക്കോള കുടിക്കുമ്പോൾ വെറുതെ ഒന്ന് നോക്കുക. ആ ചില്ലിന്റെ അടിയിൽ, ഗ്ലാസിന്റെ കട്ടിയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കറുത്ത പൊട്ടുണ്ടോ? ആരാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത്? ആരാണ് നിങ്ങളുടെ പിന്നാലെ വരുന്നത്? ഒരുപക്ഷെ ആരുമില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും. കാരണം രഹസ്യങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. അവ രൂപം മാറുന്നു, നിറം മാറുന്നു, പുതിയ കുപ്പികളിൽ നിറയുന്നു എന്നു മാത്രം.